നമസ്കാരം. പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും കഠിനമായ പ്രയത്നം കൊണ്ട് തരണം ചെയ്ത് കടൽ കടന്നു വന്ന ഒരു സൂപ്പർ അമ്മയും മകളെയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് മാത്യു ഹെയ്ഡൻ അറിയാമോ? റിക്കി പോണ്ടിങ്ങിനെയോ? ഷേമോണിനെ അറിയാമോ? ഇവരെല്ലാം തകർത്ത് ക്രിക്കറ്റ് കളിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണിത്, മെൽബൺ. ഈ സ്റ്റേഡിയത്തിന്റെ അടുത്താണ് എൻ്റെ വീട്. ദേ ഇതാണ് വീട്. ദേ ഈ വരുന്നതാണ് എൻ്റെ അമ്മ. എൻ്റെ സ്വപ്നങ്ങളെല്ലാം ക്ലീൻ ബോൾഡ് ആക്കുന്ന അമ്മ. ഇനി അമ്മ പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയാമോ? എല്ലാ അമ്മമാരെ പോലെ കിച്ചണിലേക്കാ. കിച്ചണിലെ ഈ പ്രിപ്പറേഷൻ കണ്ടാ നിങ്ങൾ കരുതും പുട്ട്, ഇഡ്ഡലി, ദോശ ഈ ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കുമെന്ന്. എന്നാ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റി. ഇതേ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് തിരക്കാ. ദേ ഈ തിരക്കിട്ട ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എൻ്റെ അച്ഛൻ. ഫോണിൽ കുത്തി കളിക്കാതെ നീ എണീറ്റേ. നമുക്കിനി എന്തൊക്കെ ചെയ്യാനുള്ളത്? ഡാൻസ് ക്ലാസ്സിൽ പോണം, മ്യൂസിക് ടീച്ചറിനെ കാണണം. ഒന്ന് പെട്ടെന്ന് റെഡി ആയിക്കേ പോയി. അവധി ദിവസങ്ങളിൽ ഞാൻ എന്തോ ചെയ്യുമെന്ന് അറിയാമോ? സംഗീതം പഠിക്കാൻ പോവും. സുധ ടീച്ചറാ എന്നെ പാട്ട് പഠിപ്പിക്കണേ. അയ്യോ, എന്റെ ഡാൻസ് ക്ലാസ്സിനെ പരിചയപ്പെടുത്തിയില്ല. ഇതാണ് എന്റെ ഡാൻസ് ക്ലാസ്. ദേ ഇതാണ് എന്റെ സ്കൂള്. ഇവിടെ നാട്ടിലെ കൂട്ട് ബുക്സ് ഒന്നും വേണ്ട. ഇവിടെ എല്ലാ ആക്ടിവിറ്റീസിലൂടെയാണ് പഠിപ്പിക്കണേ. ദേ ഇതാണ് എന്റെ ക്ലാസ് ടീച്ചർ. എന്താ പറയണെന്ന് കേട്ടു നോക്കിയേ. Your whole class is going to be cheering you on all the way from Australia. What an achievement. We're going to be going saying, Go Badika, Go Badika. And we are just so proud that you are part of our class. മെൽബണില് നമ്മളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലമാണ് ഇത്. നാട്ടിലെ അമ്പലം പോലെ തന്നെയാ ഇവിടെയും. നമ്മളെ മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഫിനാലയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദേ അമ്മ ഈ ധൃതി പിടിച്ച് പോണ എവിടേക്കാന്ന് അറിയാമോ? ഓഫീസിലേക്കാ. IT ജോബ്. അതെ, നിങ്ങൾക്കറിയാലോ എൻ്റെ അമ്മ ഒരു വായാടിയാണെന്ന്. അതുകൊണ്ടേ എൻ്റെ അമ്മ IT ജോബ് മാത്രമല്ല ചെയ്യണേ, FM സ്റ്റേഷനിലെ ആർജയും കൂടിയാ. RJ വിദ്യ. 92.3 മലയാളം FM-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് രശ്മി ചേച്ചിയാണ്. ഇത്രയൊക്കെ ആണെങ്കിലേ എനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, സൂപ്പർ അമ്മയും മകളും വേദിയിൽ എൻ്റെ അച്ഛൻ ഇതുവരെയും വന്നിട്ടില്ല. പക്ഷെ അച്ഛൻ നമുക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ. അതാണ് ഞങ്ങളുടെ എനർജി. ദേ ഇതൊക്കെയാണ് നമ്മുടെ ഓസ്ട്രേലിയ വിശേഷങ്ങൾ. ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടില്ലേ? ഇനി ഇവിടുന്ന് നേരെ ട്രിവാൻഡ്രത്തേക്ക്. Ladies and gentlemen, you have arrived in Thiruvananthapuram. Before you leave the aircraft, please check the seat pocket for any personal belongings like iPads or mobile phones. Open the overhead bins carefully.
നമുക്കൂടെ 2 ഗ്ലാസ് ചായ തരുമോ? വിനു വന്നില്ലേ? ആ വിനുവിൻ്റെ കാര്യം അറിഞ്ഞൂടാ. ഇനി ശ്വേതമേനൊക്കെ ഇനി വിചാരിക്കണം ഇതൊന്നും കൂടെ വിനുവിന് വരുത്തിക്കണമെങ്കിൽ. അപ്പം ഇതാണ് എൻ്റെ അമ്മ, പത്മിനി ദേവി എന്നാണ് പേര്. മുമ്പ് ഞാൻ അവിടെ കണ്ടില്ലേ, അതാ അച്ഛൻ ശശിധരൻ നായർ. അച്ഛനെ കാണാൻ അച്ഛനെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഒളിച്ചിങ് കയറിയതാ, അച്ഛൻ കണ്ടില്ല. ചായ ഇടുന്ന റെഡിയാക്കി വയ്ക്കാം, പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയിട്ട് വരും. കഴിക്കാൻ വിശന്നിട്ട് വയ്യ. ഇഡ്ഡലി, സാമ്പാർ, വട, വെള്ളച്ചമ്മന്തി. അപ്പം നമുക്ക് പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. വാ. നാട്ടിൽ വന്നത് ഞാൻ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. പറ്റി ഡാൻസിലേക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, എല്ലാ വിജയാശംസകളുണ്ട്. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. ഇന്നെങ്കിലും ഒരു പുതിയ സാധനം കഴിക്കാൻ കിട്ടിയല്ലോ. എനിക്ക് ബ്രെഡ് കഴിച്ച് മടുത്ത്. ഞാൻ എന്നും വണ്ടിയിൽ ഉണ്ടാക്കാൻ പറയുമ്പോഴത്തേക്ക് വേണ്ട വേണ്ടെന്ന് പറയും. കള്ളമാണേ. ദോശ ഇഡ്ഡലി ഉണ്ടാക്കി തരാൻ പറയണം. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി തന്നാലും കഴിക്കുമോ നിങ്ങൾ? ഇല്ലല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് മാവൊക്കെ അരച്ച് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കണം. അതുകൊണ്ടാണ് ബ്രെഡ് ഹാം വെക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാതെ കിട്ടുമ്പോഴേ കഴിക്കും. ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. കഴിച്ചാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ കഴിക്കും. കുറേ ദിവസത്തിന് ശേഷം അമൃതത്തിൽ പോയി തൊഴുതപ്പോൾ നല്ല സുഖം അമ്മ. ഭഗവാന് പ്രാർത്ഥിച്ച ഫൈനല് നല്ലവണ്ണം കളിക്കാൻ പറ്റണേന്ന്. ഫൈനലെല്ലാം പഠിച്ചു തീർന്നു. അതുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ വന്നത്, നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അച്ഛനെന്തോ തോന്നുന്നു ഞാൻ ഫൈനലിലേക്ക് എത്തിയിട്ട് സന്തോഷമായി. അച്ഛൻ്റെ അടുത്ത് ആളുകളൊക്കെ ഓരോന്ന് ചോദിക്കും, ഈ ഫ്ലെക്സ് ഒക്കെ വെച്ചപ്പോഴത്തേക്ക് അച്ഛൻ മറ്റേ അത് ഭയങ്കര സന്തോഷമായി. ശശിയാണ് എന്റെ മോളല്ലേ സന്തോഷായ? ശരി, എന്ത് ശരി. പെട്ടെന്ന് കഴിക്കും മോളെ. ചാച്ചിയൊക്കെ ഇപ്പൊ വരും. ഫിനാലിയിൽ എത്തി എന്റെ സന്തോഷം കൊണ്ട് കാണാൻ. ഇഷ്ടപ്പെട്ട ഇഡ്ഡലി കഴിച്ചു? എത്ര എണ്ണം കഴിച്ചു? 3. ഇനി എൻ്റെ കുടുംബത്തിലെ ചില അംഗങ്ങളെ, വളരെ വേണ്ടപ്പെട്ട കുറേ അംഗങ്ങളെ പരിചയപ്പെടുത്താണ്. ഇതെൻ്റെ വല്യമ്മയാണ്, തങ്കമണി എന്നാണ് പേര്. ഇത് കുഞ്ഞമ്മ, ശശികല എന്നാണ് പേര്. ഇത് കുഞ്ഞമ്മ തന്നെയാണ്, ഗിരിജ എന്നാണ് പേര്. മോളെ പരിപാടികളൊക്കെ കാണാറുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. മോള് ഫൈനലി വന്നതിൽ ഭയങ്കര സന്തോഷം. മോടെ തേന്മാർക്ക് മുമ്പത്തുള്ള പ്രോഗ്രാം വളരെ നന്നായിരിക്കുന്നു കേട്ടോ. അത് ചെയ്യാൻ നേരത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവർക്ക് ഡയലോഗ് പറയാൻ പറ്റുമോ എന്നൊക്കെ. സംസാരിക്കൂ. അവള് ഇങ്ങനെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ തന്നെ ഇങ്ങനെ പറഞ്ഞ് പഠിച്ച് കാണാതെ പഠിച്ചായിരുന്നു. കാർത്തുമ്പി. ആരും കാർത്തുമ്പിന്നല്ലേ, എന്റെ പേരാണ് ഞാൻ പറയുന്നത്, കാർത്തുമ്പി. കുഞ്ഞുമേടെ ഫാമിലി റൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ചേച്ചിയുടെ നല്ലതായിട്ട് കളിച്ച് അതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത്.